മക്കളെല്ലാവർക്കും നമസ്കാരം. അതുകൊണ്ട് ഈ മാങ്ങ ഉണ്ടോ, ഇതേ നമ്മൾ ഒട്ടുമാവ് മേടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഇങ്ങനെയാണ്, അങ്ങ് വാടിയതുപോലെ വരുന്നതാണ്. ഇവിടെ ഞെക്കൊന്നും കൊള്ളത്തില്ല കേട്ടോ. എന്നിട്ട് ഇതേ ഇതിൽ കേടുവാകും. ഒരു 3-4 മാങ്ങ പിടിച്ച് ഇതിപ്പോൾ അടർന്ന് വീഴാറായപ്പോൾ അച്ഛൻ പിച്ചിയതാണ്. പക്ഷെ നല്ല മധുരമാണ്, നല്ല മാംസമാണ്, പക്ഷെ ഞെക്കും കൊള്ളത്തില്ല. അവിടെ നിൽപ്പുണ്ട്, ഞാൻ കാണിക്കാം. 3-4 പിടിച്ചായിരുന്നു മാങ്ങ. കഴിഞ്ഞ വർഷം ഒരു 2 മാങ്ങ പിടിച്ചു. ഇപ്പോൾ 3-4 പിടിച്ച് കുറേ പൂത്ത് നമ്മളെ പറ്റിക്കുകയും ചെയ്തു. കാണിക്കാം. ഇതാ മക്കളെ ആ മാവ്. ഇപ്പോൾ ഏകദേശം 4 വർഷമായി. 2022 സെപ്റ്റംബറിൽ വാങ്ങിച്ചത്. കണ്ടില്ലേ, ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ടോ മാങ്ങ. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 4 മാങ്ങ പിടിച്ച് ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. കല്ല് പോലിരിക്കും, എൻ്റെ തൊലിയും കട്ടിയായിട്ട്. 3-4 അപ്പുറത്തുമൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം ഇതേ രീതിയിൽ പഴുത്ത് നമ്മൾ പിച്ചെടുത്തു. കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂത്തും നിൽപ്പുണ്ട്. കണ്ടോ, കയ്യെത്തി പറിക്കാൻ ഒത്തിരി ശാഖകളുണ്ട്, അതെല്ലാം പാറു വെട്ടി കളഞ്ഞു. അപ്പം കണ്ടില്ലേ, 4 എണ്ണി നോക്കുക ഞാൻ. അപ്പോൾ 4 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ മാവ്? കണ്ടില്ലേ, ഭയങ്കര മാംസമൊക്കെ നല്ല, പിന്നെ അകം കണ്ടാൽ തന്നെ പഴുത്ത് നല്ല മധുരവുമാണ്. പക്ഷെങ്കിൽ പുറം ഞെക്കും കൊള്ളത്തില്ല, കല്ല് പോലെ തൊലിയും കട്ടി.